ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സുസ്വാഗതം. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിനെതിരെ മുൻ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികനുമായ KT ജലീൽ MLA നടത്തുന്ന പഴുതടച്ച ആരോപണ ശരങ്ങളിലേക്ക് ലീഗിന്റെ രാഷ്ട്രീയ മേഖലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടി 3-4 ദിവസമായിട്ട് കിട്ടിയിരുന്നില്ല. ഇന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോ യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് എതിരായിട്ടാണ് ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് നിഷേധിച്ചിട്ടില്ല. എല്ലാം അദ്ദേഹം അംഗീകരിച്ചിരിക്കുക, എല്ലാ കാര്യങ്ങളും അദ്ദേഹം അംഗീകരിച്ചിരിക്കുക. മുസ്ലിം യൂത്ത് ലീഗിന്റെ മുഴുസമയ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ദുബായിൽ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ സെയിൽസ് മാനേജരായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. അതിൽ നിന്ന് അദ്ദേഹത്തിന് എംപ്ലോയ്മെന്റ് കാർഡ് അനുസരിച്ച്, കോൺട്രാക്ട് അനുസരിച്ച് 20,000 രൂപ സാലറിയും 2,000 ദിർഹം UAE ദിർഹം ട്രാവൽ അലവൻസും ഉണ്ട്. അപ്പൊ 20,000-ഉം 2,000-ഉം 22,000 UAE ദിർഹം അദ്ദേഹത്തിന് ഓരോ മാസവും ശമ്പളമുണ്ട്. ഇത് ഇന്ത്യൻ രൂപയിലാക്കിയാൽ 5,15 ലക്ഷം രൂപ വരും. ഈ 5,15 ലക്ഷം രൂപ മാസ ശമ്പളം കിട്ടാൻ മാത്രം എന്ത് പ്രവൃത്തിയാണ് ഫിറോസ് ഇവിടെ എടുക്കുന്നത്? അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഓൺലൈനായിട്ട് ചെയ്യാം പ്രവൃത്തി, അതുപോലെ തന്നെ ഓഫീസ് ഇല്ലാതെ തന്നെ ചെയ്യാം. ശരി, ഭക്ഷണ സാധനങ്ങൾ വിൽക്കുക, ഇതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി. ആ കമ്പനിക്ക് വേണ്ടി എത്രമാത്രം എക്സ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് സെയിൽസ് മാനേജർ എന്നുള്ള നിലക്ക് അദ്ദേഹം കയറ്റി അയച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ വേറെ രാജ്യങ്ങളിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരം പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹം അത് ചെയ്തില്ല. നമ്മൾ വിചാരിക്കുന്നത് 2024 അദ്ദേഹം ഈ ജോബ് കാർഡിന്റെ ഉടമയാകുന്നത് എന്നാണ്, റെസിഡൻസി വിസയുടെ ഹോൾഡർ ആകുന്നത് എന്നാണ്. 24 വർഷം 2024 മുതൽ 2026 വരെയാണ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിസ കാലാവധി. എന്നാൽ അദ്ദേഹത്തിന് UAE റെസിഡൻസി എന്നുള്ള നിലയിലുള്ള വിസ എന്ന് വെച്ചാൽ കമ്പനി ഉദ്യോഗസ്ഥനാണ്, സെയിൽസ് മാനേജർ ആണ് എന്നുള്ള വിസ 2018 മുതലുണ്ട്. 25/3/2018 മുതൽ 19/12/2020 വരെ 19/12/2020 വരെ അദ്ദേഹത്തിന് ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്നുള്ള നിലയിലുള്ള വിസ ഉണ്ട്. 19/12/2020, നോട്ട് ദാറ്റ് ഡേറ്റ്. 19/12/2020 കഴിഞ്ഞാൽ പിന്നെ 2021 വരുന്നത്. 2021 മാർച്ച് മാസം അവസാനത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഫിറോസ് താനൂരിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അങ്ങനെ മത്സരിക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കേണ്ടി വരുന്ന സമയത്ത്
UAE വിസ ഒരു തടസ്സമായി ഉന്നയിക്കപ്പെടുമോ എന്ന് ഭയന്ന് അദ്ദേഹം അത് കുറച്ചു നാളത്തേക്ക് വേണ്ടെന്ന് വെക്കുകയാണ്. എന്നിട്ട് 29/3/2022 മുതൽ 29/3/2022 മുതൽ 18/3/2024 വരെ വീണ്ടും അതേ വിസ അദ്ദേഹം കരസ്ഥമാക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 18/3/2024 ക്യാൻസലായ അല്ലെങ്കിൽ എക്സ്പയറി ആകുന്ന വിസ അദ്ദേഹം വീണ്ടും പുതുക്കി. അത് 2026 വരെ കാലാവധിയുള്ളതാണ്. 5.25 ലക്ഷം രൂപയാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓഫീസിന്റെ ലൊക്കേഷൻ അദ്ദേഹം ഒന്ന് പുറത്തുവിടണം. ദുബായിൽ എവിടെയാണ് ഈ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന വിവരം അദ്ദേഹം പുറത്തുവിടണം. ഞാൻ അന്വേഷിച്ചിടത്തോളം ദുബായിൽ ഇങ്ങനെ ഒരു കമ്പനിയുടെ ബോർഡ് അന്വേഷിച്ച ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഏതെങ്കിലും ഉൾഭാഗത്ത് ഒരു ചെറിയ ബോർഡോ മറ്റോ വെച്ച് അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഭക്ഷണ വസ്തുക്കളുടെ വിൽപ്പനയാണ് ഈ കമ്പനി നടത്തുന്നത് എന്നാണ് പറയുന്നത്. എങ്കിൽ ഈ കമ്പനിയുടെ UAE-യിലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള രേഖകൾ അദ്ദേഹം പുറത്തുവിടണം. അദ്ദേഹം സെയിൽസ് മാനേജർ ആണല്ലോ. ആകെ ഈ കമ്പനിയിൽ 3 ജീവനക്കാരെ ഉള്ളൂ. ഒരാള് സെയിൽസ് മാനേജർ, ഒരാള് എക്സിക്യൂട്ടീവ് മാനേജർ, പർച്ചേസ് മാനേജർ, ഒരാള് ഓപ്പറേറ്റിംഗ് മാനേജർ. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 3, അത് ഞാൻ ഇന്ന് എന്റെ FB-യിൽ ആ 3 ആളുകളുടെ തസ്തികകൾ അത് അവരുടെ സൈറ്റിൽ നിന്ന് എടുത്തിട്ട് തന്നെ കൊടുത്തിരുന്നു. 3 മാനേജർമാർ മാത്രമാണ് ആ കമ്പനിക്കുള്ളത്. പണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് വിമത ലീഗ് ഉണ്ടായ സമയത്ത് എല്ലാ നേതാക്കന്മാരും അന്ന് അഖിലേന്ത്യാ ലീഗിലാണ്. അഖിലേന്ത്യാ ലീഗിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വന്നത്. അഖിലേന്ത്യാ ലീഗ് ഡച്ച് പട്ടാളം പോലെയാണ്. All are commander in chiefs. There is no soldiers to fight. യുദ്ധം ചെയ്യാൻ ആളുകളില്ലാത്ത, പട്ടാളക്കാരില്ലാത്ത, വെറും ഒരു കമാൻഡർ ഇൻ ചീഫുകൾ മാത്രമുള്ള സൈന്യമാണ് ഡച്ചുകാരുടേത്. അതുപോലെയാണ് അഖിലേന്ത്യാ ലീഗ് എന്ന് പണ്ട് CH കളിയാക്കി പറഞ്ഞിരുന്നു. സത്യത്തിൽ CH-ന്റെ ആ വാക്കുകൾ പ്രസക്തമാകുന്നത് ഫിറോസിന്റെ കമ്പനിയുമായിട്ട് കൂടി ബന്ധപ്പെട്ടാണ്. 3 മാനേജർമാർ മാത്രമുള്ള കമ്പനി. ഒരു ക്ലാർക്കില്ല, ഒരു സ്റ്റെനോഗ്രാഫർ ഇല്ല, ഒരു സിസ്റ്റം ഓപ്പറേറ്റർ ഇല്ല, ഒരു അറ്റൻഡർ ഇല്ല. ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തൂപ്പുകാരൻ വേണമല്ലോ. അപ്പൊ തൂപ്പുകാരന്റെ ജോലി ഉൾപ്പെടെ ചെയ്യുന്നത് മാനേജർമാരാണോ? അദ്ദേഹമാണ് അത് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം ഇത് അംഗീകരിച്ചിട്ടുണ്ട്. എനിക്ക് വിസ ഉണ്ട്. അദ്ദേഹത്തിന് ഇവിടുത്തെ മാത്രം ജോബ് വിസ അല്ലത്രേ ഉള്ളൂ. അമേരിക്കയിലെ ജോബ് വിസയുണ്ട്, UK-യിലെ ജോബ് വിസയുണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലെ ജോബ് വിസകൾ ഹോൾഡ് ചെയ്യുന്ന, ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ്സുകൾ നടത്താൻ കഴിവുള്ള, എന്നാൽ അതോടൊപ്പം കേരളത്തിൽ യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന ഇദ്ദേഹം ഒരു മായാവി തന്നെയാണ്. കുമ്പിടി എന്ന് പറഞ്ഞ പോരെ, അത് കുറച്ച് താഴ്ന്നു പോകും. പൊളിറ്റിക്കൽ കുമ്പിടിയല്ല, സാക്ഷാൽ മായാവി തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ PK ഫിറോസ്. ഇത്ര വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം യൂത്ത് ലീഗുകാരോട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ബിസിനസ്സുകാരാവണം, നിങ്ങളൊന്നും ഇങ്ങനെ ആയാൽ പറ്റില്ല. ഒരു മുഴുസമയ രാഷ്ട്രീയ പ്രവർത്തകൻ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഈ പദവികൾ അലങ്കരിക്കുന്ന കേരളത്തിലെ ഏത് വ്യക്തിയാണ് വിദേശ രാജ്യത്ത് ഒരു റെസിഡൻസി വിസ ഹോൾഡ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ നേതാവ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്,
ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജോബ് വിസ ഹോൾഡ് ചെയ്യുന്നവരായിട്ടുണ്ടോ? അത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോടാണ് ചോദിക്കേണ്ടത്. കാരണം അവരുടെ യുവജന സംഘടനയാണല്ലോ യൂത്ത് ലീഗ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് ജോബ് വിസയുണ്ടോ? ഫിറോസ് വ്യക്തമാക്കട്ടെ. സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾക്ക് അദ്ദേഹം യൂത്ത് ലീഗ് പ്രവർത്തകരോട് പറയുന്നത് ആദ്യം പ്രവൃത്തി പദത്തിൽ അദ്ദേഹം കൊണ്ടുവരേണ്ടത് ആരുടെ പ്രവൃത്തി പദത്തിലാണ്? തന്റെ കമ്മിറ്റിയിൽ തന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള, താൻ ജനറൽ സെക്രട്ടറിയായ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മുനവർ അലി ശിഹാബ് തങ്ങളോടാണ്. മുനവർ അലി ശിഹാബ് തങ്ങൾക്ക് അങ്ങനെ ഒരു ജോബ് വിസ 20,000-ഓ 22,000-ഓ ദിർഹം അഥവാ 5 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ ശമ്പളം പറ്റുന്ന വല്ല വിസയും അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിലെ ട്രഷറർക്കുണ്ടോ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ജോബ് വിസയുണ്ടോ? PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ജോബ് വിസയുണ്ടോ ഏതെങ്കിലും രാജ്യത്ത്? PMA സലാമിന് ജോബ് വിസയുണ്ടോ? അപ്പോ ഈ ഉപദേശം അദ്ദേഹം ആരോടാണ് നടത്തേണ്ടത്? ഇവരോടൊക്കെയല്ലേ? അല്ലെങ്കിൽ ഇവരൊക്കെ ആദ്യം ജോബ് വിസ ഉണ്ടാക്കി സമ്പാദിക്കുന്നു എന്ന് ബോധ്യമായാൽ ഫിറോസിനും യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായ ഞാൻ മാത്രം എന്തിനാണ് വെറുതെ സമ്പാദിക്കാതിരിക്കുന്നത്? ഇവിടെ ഇരുന്നു കൊണ്ട് 5.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങാൻ ഞാൻ എന്തിനു മടിക്കണമെന്ന് അദ്ദേഹം ആലോചിക്കേണ്ടിയിരുന്നത് അങ്ങനെ ആയിരുന്നെങ്കിലല്ലേ? CH മുഹമ്മദ് കോയ സാഹിബിന് ഇതൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം ഒരു പോയത്തക്കാരനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മഹാനായ CH മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പുരയിടം, അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ സ്വത്തും കടത്തിലായിരുന്നു, ബാങ്കിലായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ CHന് ഫിറോസിന്റെ പോലെ സാമർഥ്യം ഇല്ലാത്തത് കൊണ്ടാകും CH ആ കാലത്ത് മറ്റു ജോലികളിലൊന്നും ഏർപ്പെടാതെ മുസ്ലിം ലീഗിന്റെ വളർച്ചയ്ക്ക് വേണ്ടി യത്നിച്ചതും മുസ്ലിം സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. ആ CH അല്ല ഫിറോസിന്റെ രാഷ്ട്രീയ ഗുരു എന്ന് നമുക്ക് മനസ്സിലായി. കാരണം അദ്ദേഹത്തിന്റെ വീക്ഷണം തന്നെ വ്യത്യസ്തമാണ്. യൂത്ത് ലീഗിന്റെ പ്രവർത്തനം ഇവിടെ നടത്തുമ്പോൾ തന്നെ നടത്താം, ജോലി ചെയ്യാം, അതിലൊന്നും തെറ്റില്ല. നമ്മളുടെ നാട്ടില് ഒരു ചെറിയ ജോലി, അത് ഈ പ്രവർത്തനത്തിനിടക്ക് നമുക്ക് നടത്താൻ കഴിയുന്ന ജോലി, എല്ലാവർക്കും ബോധ്യമാകുന്ന ജോലി, ഇതൊക്കെ ചെയ്യാം. പക്ഷെ 5.25 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഗൾഫിൽ, അമേരിക്കയിൽ, UK ഒക്കെ ജോബ് വിസ ഉള്ള ഒരാളെ നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? പിന്നെ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മഹാന്മാരായിരുന്ന നേതാക്കൾ KM സീതി സാഹിബ്, അദ്ദേഹവും കോടീശ്വരനായിട്ട് ജനിച്ച് ദരിദ്രനായിട്ട് മരിച്ചുപോയാണ് KM സീതി സാഹിബ്. കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്നു KM സീതി സാഹിബ്. ആയുധമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പൊ ഡൽഹിയിൽ സൗധം പടിഞ്ഞിരിക്കുന്നത്, ആസ്ഥാന മന്ദിരം. ആയുധമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ വീട്ടില് വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ, കാമരാജാണെന്ന് തോന്നുന്നു ഒരിക്കൽ ആയുധമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരിക്കാൻ ഒരു ചെയർ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അവരൊക്കെ പോയത്തക്കാരായിരുന്നു, മോശ ആൾക്കാരായിരുന്നു എന്നാണല്ലോ ഫിറോസ് പറയുന്നത്. തന്നെ പോലെ ചിന്തിക്കണം. യൂത്ത് ലീഗിന്റെ മുഴുവൻ പ്രവർത്തകരോടും അദ്ദേഹം അങ്ങനെയാണ് ഉപദേശിച്ചിരിക്കുന്നത്. എന്നോട് ബിസിനസ് ചെയ്യാനാണ് ഇപ്പൊ പറയുന്നത്. ഉപദേശം. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ഞാനൊരു കോളേജ് അധ്യാപകനായിരുന്നു. 2006 കേരള നിയമസഭയിലേക്ക് ഞാൻ മത്സരിക്കുന്ന സമയത്ത് എയ്ഡഡ് കോളേജ്, തിരൂരങ്ങാടി PSMO കോളേജിൽ ചരിത്ര വിഭാഗത്തിൽ ലെക്ചററായിട്ട്, സീനിയർ ലെക്ചററായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഞാൻ. അന്നാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വവുമായിട്ടുണ്ടാവുകയും
ഗുജറാത്ത് ഫണ്ട്, സുനാമി ഫണ്ട് പോലുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന് ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതേ തുടർന്നാണ് ഞാന് കുറ്റിപ്പുറത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചതും ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ നിന്ന് നിയമസഭയിൽ എത്തിയത്. എന്നോടല്ല ഈ ജോലിയുടെ കാര്യം അദ്ദേഹം പറയേണ്ടത്. അദ്ദേഹത്തിന് ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ. 2021 അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ പ്രൊഫഷൻ എന്ന് എഴുതിയ കോളത്തിൽ എന്താ എഴുതിയിട്ടുള്ളത്? ബിസിനസ്മാൻ എന്നല്ല, ലോയർ, അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ് എന്നുള്ള പ്രൊഫഷൻ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ പേപ്പറിൽ എഴുതി. എന്നിട്ട് അദ്ദേഹം ബിസിനസ് ചെയ്തു. ഇത് ശരിക്ക് ബാർ കൗൺസിലിന്റെ നിയമത്തിന് പോലും വിരുദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പരാതി കൊടുത്താൽ ബാർ കൗൺസിൽ ഇദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാനാണ് സാധ്യത. ഇനി ഇത്രയൊക്കെ ബിസിനസ്മാൻ ആയിട്ടുള്ള ആൾക്ക് നഷ്ടത്തിന്റെ കണക്കേ പറയാനുള്ളൂ. 2021 താനൂരിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ തനിക്ക് ഏതാണ്ട് 47 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. 47 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഇൻകം സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെന്റ്, ആ ഇൻകം സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുന്നത് 2021 വർഷത്തിൽ അദ്ദേഹത്തിന് ആകെ വരുമാനം 3,98,324 രൂപ. 3,98,324 രൂപ. ഇത് അദ്ദേഹം ഇൻകം സ്റ്റാറ്റസിൽ 2020-21 കൊടുത്തതാണ്. എന്നാൽ 19/12/2020 വരെ അദ്ദേഹം UAE-ൽ ജോബ് വിസ ഹോൾഡർ ആയിരുന്നു. 22,000 UAE ദിർഹം ശമ്പളത്തിൽ 2020 12-ാം മാസം വരെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. രേഖയനുസരിച്ച് വെറും 3 മാസത്തിനുള്ളിൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തിലാണല്ലോ 3-ാം മാസം അല്ലെങ്കിൽ 4-ാം മാസം നോമിനേഷൻ കൊടുക്കുന്നത്. ആ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 2020-21 സാമ്പത്തിക വർഷം ഉള്ള ഇൻകം എന്ന് പറയുന്നത്, വരുമാനം എന്ന് പറയുന്നത് 3,98,324. ഇതൊന്നും അങ്ങ് ഒത്തുപോകുന്നില്ലല്ലോ. എന്താണിത്? എവിടെ നിന്നാണ് ഈ പണം? കൊപ്പത്തെ എമ്മിയുടെ ഔട്ട്ലെറ്റ് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിലാക്കിക്കൂടെ? എന്താ അദ്ദേഹത്തിന്റെ പേരിലാക്കാൻ അദ്ദേഹത്തിന് ഇത്ര മടി? എല്ലാം ബിനാമികളുടെ പേരിലാവണോ? കോഴിക്കോട്ട് ഹൈലൈറ്റ് മാളിലെ എമ്മിയുടെ മറ്റൊരു ഷോപ്പ്, ഒരു എമ്മിയുടെ ഷോപ്പ് തുടങ്ങാൻ എത്ര ലക്ഷം രൂപ വേണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഏറ്റവും ചുരുങ്ങിയത് 35 ലക്ഷം രൂപയാണ്. അവർ പല സ്ഥലത്തും പല ആളുകളിൽ നിന്നും എമ്മി വാങ്ങിയിട്ടുള്ളത് 35-40 ലക്ഷം രൂപ. എന്നിട്ട് അവര് തന്നെ വന്ന് അതിന്റെ എല്ലാ ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും. 2 ഷോപ്പ് തുടങ്ങണമെങ്കിൽ എത്ര ലക്ഷം രൂപയായി? 70 ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് വേണ്ടേ? ഇനി വേറെ വരുന്നുണ്ട്. അതിന്റെ രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എമ്മി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തന്നെ ഇദ്ദേഹത്തിന്റെ പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്നതാണ് എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളോടിപ്പോ വ്യക്തമാക്കാൻ കഴിയാത്തത് അതിനുള്ള രേഖകൾ പൂർണ്ണമായിട്ടും നമ്മളുടെ കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ്. ഏതായാലും 2 ഷോപ്പ് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് വന്നല്ലോ. ഞാൻ പറഞ്ഞ ഏത് കാര്യമാണ് അദ്ദേഹം നിഷേധിച്ചത്? ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്നാണ്? ഇതിനൊക്കെയുള്ള പണം മുസ്ലിം യൂത്ത് ലീഗിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ സംഘടന പല ഘട്ടങ്ങളിൽ പിരിച്ച ഭീമമായിട്ടുള്ള തുക, അത്
ഇവരെല്ലാവരും കൂടി എന്ന് ഞാൻ പറയുന്നില്ല, ഫിറോസിന്റെ കൗശല ബുദ്ധി കൊണ്ട് അതിൽ നിന്ന് വലിയ മുക്കൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു കത്തുവ ഉന്നവ ഫണ്ട്. കത്തുവ ഉന്നവ ഫണ്ടിന് വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് വരെ പിരിവ് നടത്തി. കോടികൾ സമാഹരിച്ച് കിട്ടിയിരിക്കണം. എല്ലാവരും ബാങ്ക് മുഖേനയല്ല അന്ന് പണം അയച്ചത്. സംഘടിപ്പിക്കുകയും അത് പിന്നീട് സംസ്ഥാന കമ്മിറ്റിക്ക് ജില്ലാതലങ്ങളിൽ വെച്ച് കൈമാറുകയുമാണ് ഉണ്ടായത്. എന്നിട്ട് അവർ പറഞ്ഞത് 16 ലക്ഷം രൂപ കിട്ടിയെന്ന്. കത്തുവ ഉന്നോവ ഫണ്ട് ദുർവിനിയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട്, അതിൽ വലിയ ക്രമക്കേട് നടന്നതുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം കോടതി അത് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. ആ ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കുറച്ച് ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ഇപ്പോഴും വെക്കേറ്റ് ചെയ്തിട്ടില്ല. വെക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പരാതിക്കാരൻ. ധോത്തി ചാലഞ്ചിന്റെ കാര്യം, 2,72,000 തുണികളാണ് രാംരാജിൽ നിന്ന് ഇവർ വാങ്ങിയത്. 2,72,000 ധോത്തികൾ. ഇവർ പറഞ്ഞിരുന്നത് 725 രൂപ റീറ്റെയിൽ വിലയുണ്ട് എന്ന സ്റ്റിക്കർ ഇതുമ്മ ഒട്ടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഈ തുണി, ആ തുണിക്ക് യഥാർത്ഥത്തിൽ 200 രൂപ പോലും വില ഉണ്ടായിരുന്നില്ല. അത് അവർക്ക് സമ്മതിക്കാം, കാരണം 200 രൂപ അതിന് വില ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ ചാലഞ്ചിലൂടെ ഉദ്ദേശിച്ചത് പണം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. പണം സ്വരൂപിക്കുക, ഞങ്ങളുടെ പ്രവർത്തനത്തിന് മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ തന്നെ പണം സ്വരൂപിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് അവർക്ക് പറയാം. അല്ലെങ്കിൽ ജലീൽ പറഞ്ഞത് തെറ്റാണ്. ഞങ്ങൾ രാംരാജിൽ നിന്ന് 2,72,000 ധോത്തി വാങ്ങിയപ്പോ അതിന് അവര് തന്ന ബില്ല് ഇതാ എന്ന് പറഞ്ഞ് കാണിക്കണ്ടേ? ഞാൻ പറയുന്നത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ രാംരാജ് ഇവർക്ക് കൊടുത്ത ബില്ല് കാണിക്കണം. അല്ലാതെ 725 രൂപ എന്ന സ്റ്റിക്കർ 200 രൂപ പോലും വിലയില്ലാത്ത തുണിയിൽ ഒട്ടിച്ച് ആളുകൾക്ക് കൊടുക്കുകയല്ല വേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇട്ട പോസ്റ്റ്, 3 വർഷം മുമ്പ് ഇട്ട പോസ്റ്റിൽ ഇപ്പോഴും അതിന്റെ കമന്റ് ബോക്സിൽ ചെന്നാൽ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം കാണാം. എന്താണ് അതിൽ പറയുന്നത്? ഒരു സുഹൃത്ത് പറയുകയാണ്, ഇതിൽ ഒരുപാടുണ്ട്, ഞാനത് നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ കോപ്പി തരുന്നുണ്ട്. ചേറൂരുള്ള ഒരു ബഷീർ KPM സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ യൂത്ത് ലീഗ് പ്രവർത്തകനാണ്, എഴുതിയിരിക്കുകയാണ്, ധോത്തി ആവേശത്തോടെയാണ് ഞാനും ഏറ്റുവാങ്ങിയത്. പക്ഷേ അതിലടിച്ച MRPയുടെ വിലക്കുള്ള മൂല്യം അതിനില്ലെന്ന് ഉപയോഗിച്ചപ്പോൾ മനസ്സിലായി. സത്യാവസ്ഥയറിയാൻ രാംരാജ് തിരുപ്പൂർ കേന്ദ്രത്തിലേക്ക് വിളിച്ചു. മാനേജർ വേദനയോടെ പ്രതികരിച്ച പല കാര്യങ്ങളും പാർട്ടിക്ക് ചേരുന്നതായില്ല. ആ കാര്യങ്ങളൊന്നും ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല. ഏതായാലും രാംരാജിന്റെ ഈ തുണിക്ക് 720 രൂപയുടെ അടുത്തുപോലും വിലയില്ലെന്ന് ബോധ്യമായി. പാർട്ടിയേക്കാൾ ഇതിൽ തിരിച്ചടി രാംരാജ് കമ്പനിക്കായിരിക്കും. കഷ്ടം. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഫേസ്ബുക്കിന് താഴെ 3 വർഷം മുമ്പ് അദ്ദേഹം ധോത്തി ചാലഞ്ചിനെ പ്രകീർത്തിച്ചുകൊണ്ട്, പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റിന്റെ താഴെ വന്നുകൊണ്ട് ഇട്ട പോസ്റ്റാണിത്. പിന്നെ നമ്മളുടെ നിരവധി പോസ്റ്റുകളുണ്ട്. പാലത്തിങ്ങൽ, അതൊക്കെ മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ പോസ്റ്റിന് താഴെയുള്ള പോസ്റ്റുകളാണ്. മുണ്ടുകളെല്ലാം നാട്ടിലും വിതരണം കഴിഞ്ഞു. ഞാനും പങ്കെടുത്തു. പക്ഷെ മുസ്ലിം ലീഗിനെ പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുക്കുമ്പോൾ മിനിമം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എടുക്കുന്നതാവും എന്ന പ്രതീക്ഷയോടെയാണ് പങ്കാളിയായത്. തീർത്തും വ്യത്യസ്തമായിരുന്നു. വെറും ഒരു പോളിസ്റ്റർ തുണിയാണ് എല്ലാ ആളുകൾക്കും കിട്ടിയത്. ഇത് വേണ്ടായിരുന്നു. 600 രൂപ വാങ്ങിയിട്ട്
2 ലക്ഷത്തിന്റെ മീതെ തുണി റാംരാജിൽ നിന്നും വാങ്ങി എന്നുള്ളത് ഏതൊരാൾക്കും അറിയും. ഇതിന് 250ന്റെ മുകളിൽ വില വരില്ല എന്ന്. ഇവരാരും ഡിവൈഎഫ്ഐക്കാരല്ല. സാലിഹ് പാലത്തിക്കൽ, ഷബീർ ഇടി, ഗ്രീൻ സോൺ എന്ന് പറയുന്ന അവരുടെ പ്രത്യേക ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലിട്ട പോസ്റ്റ്, അതെല്ലാം അതിന്റെ കോപ്പിയൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ബാക്കി കൂടുതൽ വായിക്കണ്ടല്ലോ. അപ്പൊ ഇതാണ് ഈ തുണിയുടെ അവസ്ഥ. നമ്മൾ സാധാരണ ഒരു ചാലഞ്ച് നടത്തുമ്പോൾ പറയും എന്ത്, 600 രൂപ, അതിൽ 200 രൂപ പാർട്ടിക്കായിരിക്കും, ബാക്കി 400 രൂപക്ക് ഞങ്ങള് റീറ്റെയിലിൽ 600 രൂപക്ക് കിട്ടുന്ന തുണി 400 രൂപക്ക് വാങ്ങി നിങ്ങൾക്ക് തരും. അപ്പൊ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം റീറ്റെയിൽ ആയിട്ടൊരു തുണി പോയി എടുക്കുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ മുടക്കേണ്ടി വരുന്ന തുകയെ അവർ മുടക്കേണ്ടതുള്ളൂ. ഇതിന് പകരം ഇത് 100 രൂപ എന്ന് വെച്ചാൽ 2.5 കോടിയാണ്, 2.25 കോടിയായി. 100 രൂപ ഇതിൽ നിന്ന് 16.5 കോടി രൂപയോളം വരും. 2,72,000 ഇൻറ്റു 600, 2,72,000 ഇൻറ്റു 600, 16.5 കോടി രൂപയായി. 100 കോടി രൂപ എന്ന് പറയുന്നത് തന്നെ എത്രയായി? 2 കോടിയിലധികമായി. അപ്പൊ 100 രൂപ വെട്ടിച്ചാൽ മതി. കമ്പനിക്കാരോട് പറയാം, നിങ്ങൾ തരുന്നത് ഇത്ര വിലക്ക്, പക്ഷെ ബില്ല് 100 കൂട്ടിയിടണം, അല്ലെങ്കിൽ 200 കൂട്ടിയിടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കള്ള ബില്ലുണ്ടാക്കാമല്ലോ. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെ വെല്ലുവിളിക്കുന്നു. യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് വെല്ലുവിളിക്കുന്നത്. അല്ലാതെ MLA, ഇടതുപക്ഷ സഹയാത്രികൻ, അതൊന്നും ഗൗനിക്കേണ്ട. രാംരാജിൽ നിന്ന് നിങ്ങൾ 2,72,000 ധോത്തി വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് അവര് GST ഉൾപ്പെടെ ഉള്ള ബില്ല് തന്നിട്ടുണ്ട്. ആ ബില്ല് പുറത്തുവിട്ട് അവരുടെ നിരപരാധിത്വം അവർ തെളിയിക്കാൻ സന്നദ്ധമാകണം. ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അവർ പുറത്തു വിടൂല. കയ്യിലുണ്ടെങ്കിൽ എപ്പോഴോ പുറത്തു വിടും. ഒരു ദിവസം 4 പത്രസമ്മേളനം നടത്തുന്ന ആളല്ലേ മൂപ്പര്. ഞാൻ ബില്ലുണ്ടോ എന്ന് ചോദിച്ചാൽ ബില്ലിന്റെ കോപ്പി അന്ന് തന്നെ പുറത്തു വിടും. അപ്പൊ ബില്ലില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വലിയ പ്രതികാരമാണ്, കാരണം എന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു, ഞാൻ കെയർടേക്കർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. അന്നത്തെ ലോകായുക്ത സിറിയക് ജോസഫ് ഒരു വിധി പുറപ്പെടുവിച്ചു എന്നെ കേൾക്കാതെ. സാധാരണ ഒരാളെ എതിരായിട്ട് ശിക്ഷ വിധിക്കുമ്പോൾ അയാളെ ഒന്ന് കേൾക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഒരു നോട്ടീസ് അയക്കും. എന്നെ കേൾക്കുകയോ എനിക്ക് നോട്ടീസ് അയക്കുകയോ ചെയ്യാതെ എനിക്കെതിരായി ഒരു വിധി പുറപ്പെടുവിച്ചു. സിറിയക് ജോസഫും ലീഗും തമ്മിൽ ഒരു ആത്മാർത്ഥ ബന്ധം നേരത്തെ തന്നെ ഉണ്ട്. ആ ബന്ധം ഉപയോഗിച്ചാണ് അവരെനിക്കെതിരായി കരുക്കൾ നീക്കിയത്. ഇവരുടെ ഈ ഒരു കള്ളത്തരം പറഞ്ഞില്ലെങ്കിൽ സാധാരണക്കാരായ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന പൊതുപ്രവർത്തകരെ ഇവർ പലരെയും സ്വാധീനിച്ച് ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ജനുവരി 25-ാം തീയതി 2005-ലാണ്. ജനുവരി 25, 2005-ലാണ് ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടിയെ, അന്നത്തെ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി പുറത്തു വരുന്നത്. ആ വിധി പറഞ്ഞ 2 ജഡ്ജിമാരിൽ ഒരാൾ സിറിയക് ജോസഫ് ആയിരുന്നു. ഇതൊക്കെ നേരത്തെ ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രയോ പറഞ്ഞിട്ടുണ്ട്. സിറിയക് ജോസഫ് ആയിരുന്നു കുഞ്ഞാലിക്കുട്ടിയെ അന്ന് ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിധി പറഞ്ഞ 2 ജഡ്ജിമാരിൽ ഒരാൾ. ഡേറ്റ് നോട്ട്, ജനുവരി 25, 2005. അടുത്തത്, ഇതിന് പ്രതിഫലമായി സിറിയക് ജോസഫിന് കിട്ടിയത് എന്താണ്? നോട്ട് ദി ഡേറ്റ്, 2004
15/11/2004 15/11/2004 സിറിയക് ജോസഫ് നല്ല വളവനാണ്. കാരണം സാധനം കൈക്കലാക്കിയിട്ടേ വിധി കൊടുത്തുള്ളൂ. അല്ലെങ്കിൽ മൂപ്പർക്ക് അറിയാം വിധി ആദ്യം കൊടുത്താൽ പിന്നെ ലീഗേര് പറ്റിക്കുന്നു. അതുകൊണ്ട് തന്റെ അനുജ സഹോദരൻ ജെയിംസ് ജോസഫിന്റെ ഭാര്യ ജാൻസി ജെയിംസിനെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കി അന്നത്തെ ലീഗ് മന്ത്രി നിയോഗിച്ചു. ഈ കേസ് 2004 ഇതിനു മുമ്പാണ് വലിയ കോളിളക്കം സൃഷ്ടിച്ചു വരുന്നത്. ഹൈക്കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്യപ്പെടുന്നതൊക്കെ 11ാം മാസത്തിന് മുൻപാണ്. അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരാൻ വേണ്ടി പോകുന്നു. അപ്പോ ജെയിംസ് ജോസഫ് ആള് നല്ല മിടുക്കനാണ്. കാരണം അദ്ദേഹം 3-3.5 കൊല്ലം സുപ്രീം കോടതിയിൽ ഇരുന്നിട്ട് ആകെ 7 വിധിയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും എഴുതി കൊടുത്ത വാചകങ്ങൾ മാത്രം മതി അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള ജെയിംസ് ജോസഫിനെ ആ വഴിക്ക് പിടിച്ചു. ജെയിംസ് ജോസഫിന് അന്ന് പണം കൊണ്ടുപോയി കൊടുത്ത ആൾ എന്നോട് സമ്മതിച്ചിട്ടുണ്ട്, ഞാനാണ് അന്ന് പണം കൊണ്ടുപോയി കൊടുത്തത്. അപ്പൊ പൈസയും വാങ്ങി മൂപ്പര് അനുജന്റെ ഭാര്യക്ക് വൈസ് ചാൻസലർഷിപ്പും വാങ്ങിയെടുത്തു. ഞാനിത് എത്രയോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കുകയാണ് ജെയിംസ് ജോസഫിനെയും അതുപോലെ തന്നെ സിറിയക് ജോസഫിനെ. എനിക്കെതിരായിട്ട് ഒരു വക്കീൽ നോട്ടീസ് അയക്കുക. ഈ തെളിവൊക്കെ തന്നെ ഞാൻ അനുഭവസ്ഥനാണ് ആ കാര്യത്തിൽ. അങ്ങനെ എനിക്കൊരു നോട്ടീസ് അയക്കാതെ, എന്നെ കേൾക്കാതെ വിധി പറഞ്ഞു. ഹൈക്കോടതി പോയപ്പോ ഹൈക്കോടതി പറഞ്ഞത് അതിന്റെ മെറിറ്റിലേക്ക് കടക്കുകയല്ല ചെയ്തത്. നിലവിലുള്ള ലോകായുക്ത നിയമം അനുസരിച്ച് ലോകായുക്തക്ക് ഇതിനുള്ള അധികാരമുണ്ട്. അതിന്റെ അപ്ലറ്റ് അതോറിറ്റി ആയിട്ട് നമുക്ക് ഒരു കോടതിയെയും വന്ന് നിശ്ചയിച്ചിട്ടില്ല. ആ നിയമമാണ് ഇപ്പൊ മാറ്റിയത്. ലോകായുക്ത വിധി പറഞ്ഞാൽ അത് ഫൈനലാണ്. അതിന് ഞങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ നിയമം മാറ്റിയാണ് വേണ്ടത്. അല്ലാതെ നിലവിലുള്ള അത്തരത്തിലുള്ള ഒരു നിയമം നിലനിൽക്കെ അത് ചോദ്യം ചെയ്ത് നിങ്ങൾ എങ്ങനെ ഹൈക്കോടതിയിൽ വരുമെന്നാണ് ചോദിച്ചത്. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഈ വിധി വന്നു, കക്ഷി രാജിവെച്ചു, അദ്ദേഹം തന്നെ പിന്നീട് മത്സരിച്ചു, ജയിച്ചു, ഇനി അതിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞാണ് ആ കാര്യത്തിൽ വിധി പറയാതെ വക്കീല് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊരു കൊടും ചതിയാണ്. മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തുപോയി 3ാം തവണയും മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിച്ചു വന്ന ഒരാളെ എങ്ങനെയെങ്കിലും നിലംപരിശാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയായിരുന്നു എനിക്കെതിരായിട്ടുള്ളത്. ഫിറോസ് എനിക്കെതിരായിട്ട് കേസ് കൊടുക്കട്ടെ, ജഡ്ജിയെ ചീത്ത പറയാതെ. ഇങ്ങനെയുള്ള തോന്നിയാസം കാണിച്ച ജഡ്ജിയെ ചീത്ത പറയില്ലേ? ഇത് ഞാൻ വെറുതെ അല്ലല്ലോ പറയുന്നത്. ഈ തെളിവില്ലേ? ജാൻസി ജെയിംസ് കേസ് കൊടുക്കട്ടെ എനിക്കെതിരായിട്ട്. സിറിയക് ജോസഫിനെയും ജാൻസി ജെയിംസിനെയും എല്ലാം വെല്ലുവിളിക്കുന്നു. ലീഗ് ഭരിക്കുമ്പോ ഹയർ സെക്കൻഡറിയുടെ ഡയറക്ടറാക്കി ഇദ്ദേഹത്തിന്റെ അനിയൻ ജെയിംസ് ജോസഫിനെ വെച്ചത് പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീലിന്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാണ് നമ്മളുടെ നാട്ടിൽ സാധാരണക്കാർക്കും പാവപ്പെട്ട ആളുകൾക്കും പൊതുപ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയുക? ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ, പണം കൊണ്ട് എല്ലാവരെയും വിലക്ക് വാങ്ങുന്ന ഏർപ്പാട്, അതിനുവേണ്ടി ഇവര് കള്ളപ്പണം ഉണ്ടാക്കുന്നത്. എനിക്കെതിരായി ഒരുപാട് ആരോപണങ്ങൾ വന്നല്ലോ. NIA അന്വേഷിച്ചു, കസ്റ്റംസ് അന്വേഷിച്ചു, അതുപോലെ തന്നെ ED അന്വേഷിച്ചു. 1 രൂപ എന്റെ കയ്യിൽ നിന്ന് ഫൈനായിട്ട്, പിഴയായിട്ട് ചുമത്താൻ സാധിച്ചോ ഏതെങ്കിലും ഒരു ഏജൻസിക്ക്? എന്നാൽ ഞാൻ പറയുന്നു, മുസ്ലിം ലീഗിന്റെ പല നേതാക്കൾക്കും
ED നോട്ടീസ് അയച്ച് വിളിപ്പിച്ച് അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ, കോടികൾ പിഴയടപ്പിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, ദേശീയ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ട്രഷറർ ഇവരൊക്കെ പറയുമോ? അവരെയൊക്കെ ED വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയും വിളിപ്പിച്ചിരുന്നു. ഒരു കൃത്രിമം കാണിക്കാത്തത് കൊണ്ട് 1 രൂപ എനിക്ക് ഫൈൻ ഇട്ടിട്ടില്ല. എന്നാൽ ഇവരുടെ നേതാക്കൾക്ക് എല്ലാം ഫൈൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പറയുമല്ലോ, AR നഗർ ബാങ്കിന്റെ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നു, പിന്നെ അത് നിർത്തി. AR നഗർ ബാങ്ക് കോടികളാണ് ഇൻകം ടാക്സ് ഇനത്തിൽ കെട്ടിയത്. കോടികൾ ഞാൻ ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ ഫലം അത് തന്നെയാണ്. ആ കാര്യത്തിൽ അതാണ് ചെയ്യാൻ വേണ്ടി പറ്റുക. അത് ചെയ്യിച്ചു അവരെ കൊണ്ട്. അല്ലെങ്കിൽ AR നഗർ ബാങ്കിന്റെ ആളുകൾ പറയട്ടെ, ഞങ്ങൾ ഒരു പൈസയും പിഴയടച്ചിട്ടില്ല ആർക്കും. ജലീൽ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു, അത് ഞങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് തെറ്റാണ് എന്ന് അവർ പറയട്ടെ. പറയുമെങ്കിൽ അടുത്ത നിമിഷം ഞാൻ വിളിക്കും പത്രസമ്മേളനം. അവരൊരു പത്രസമ്മേളനം നടത്തട്ടെ. ഐ ചലഞ്ച് ദം. പിന്നെ ഏറ്റവും അവസാനം ആദ്യം അദ്ദേഹം തുടങ്ങിയത് തന്നെ, ഫിറോസ് തുടങ്ങിയത് തന്നെ, ഞാൻ മന്ത്രിയായിരിക്കെ ഒരു വലിയ അഴിമതി നടന്നിട്ടുണ്ട്. അതെന്താണ്? മലയാളം സർവകലാശാലക്ക് ഭൂമി വാങ്ങിയ സംഭവമാണ്. അത് ഞാൻ മന്ത്രിയായപ്പോഴല്ല, അതിനു മുമ്പ് തന്നെ അതിന്റെ പ്രോസസ് എല്ലാം ആരംഭിച്ച് അതിന്റെ അവസാനത്തിലെത്തിയപ്പോ ഞാനാണ് മന്ത്രി. വേറെ ഒരു സ്ഥലവും ഇല്ലാത്ത സാഹചര്യത്തിൽ വാങ്ങിയിട്ടുള്ളതാണ്. ഇനി അത് മാത്രമല്ല, അത് അന്വേഷിച്ചോട്ടെ. ഞാൻ 101 തവണ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി വാങ്ങിയ കേസിൽ അന്ന് മന്ത്രി എന്ന നിലയിൽ ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള പിശക്, തെറ്റ് കാണിച്ചിട്ടുണ്ടോ എന്ന് അവർ പറയട്ടെ. എനിക്കതിൽ ഒരു ഭയവുമില്ല. ലോകത്തിലെ ഏത് ഏജൻസിയെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിപ്പിക്കാം. ഫിറോസ് പരാതി കൊടുക്കട്ടെ, CBIക്ക് കൊടുക്കട്ടെ, എന്നിട്ട് എനിക്കെതിരായിട്ട് അന്വേഷണം നടക്കട്ടെ. എന്നെ ജയിലിലിട്ട ഓൽക്കായിരിക്കുമല്ലോ അതിൽ വലിയ സന്തോഷം. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരിൽ പലരും ഇന്ന് ജയിലിലാണ്, സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹി, മലപ്പുറം ജില്ലാ ഭാരവാഹി TP ഹാരിസ്, ജില്ലാ പഞ്ചായത്ത് അംഗം, 50 കോടിയാണ് തട്ടിയത്. എന്ത് പറഞ്ഞിട്ടെന്നറിയാം? ഇവന്റെ ഒരു അനുയായിയാണ്, ഫിറോസിന്റെ അനുയായിയാണ് ഈ TP ഹാരിസ്. വളരെ അടുത്ത അനുയായി. അവന്റെ ഉപദേശം യഥാവിധി നടപ്പിലാക്കിയ ആളാണ് TP ഹാരിസ്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോയിട്ട് നോക്കിയാൽ അറിയാം ഫിറോസും TP ഹാരിസും തമ്മിലുള്ള ബന്ധം. ഈ TP ഹാരിസ് ജയിലിലാണ്, അവനൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം. അതുപോലെ തന്നെ കമറുദ്ദീൻ മാസങ്ങൾ ജയിലിലായിരുന്നു. ഇന്നലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഏതോ ഒരു കേസിൽ ജാമ്യം കിട്ടിയത്. ജാമ്യം കിട്ടുക, അടുത്ത കേസിൽ വീണ്ടും പോവുക. MLA ആയിരുന്നു, പുറത്താക്കിയോ ലീഗ്? സാമ്പത്തിക തട്ടിപ്പ് മുസ്ലിം ലീഗിൽ പുറത്താക്കലിന് ഒരു മാനദണ്ഡമേ അല്ല എന്നുള്ളത് ലീഗ് കുറെ കാലങ്ങളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതൊക്കെയാണ് മുസ്ലിം ലീഗിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏത് അന്വേഷണത്തെയും സർവകലാശാലയുടെ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നേരിടാൻ ഞാൻ ഒരുക്കമാണ്. എനിക്കതിലൊരു ഭയവും ഇല്ല. എന്തൊക്കെയായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്? ഖുർആനിൽ സ്വർണം കടത്തി, താരക്കന്റെ കുരുവിൽ സ്വർണം കടത്തി. ഈ ഖുർആൻ അങ്ങോട്ട് പോകുമ്പോ അത് തൃശ്ശൂരിൽ വെച്ചതിന്റെ GPS കേടായി, എന്നിട്ടത് ബാംഗ്ലൂരിലേക്കാണ് പോയത്. വല്ല കാര്യം ഉണ്ടായോ ഇവര് അങ്ങനെ പറഞ്ഞിട്ട്? എത്ര ആളുകൾക്ക് അടികിട്ടിയെന്നറിയാം. എന്റെ വീട്ടിന്റെ അടുക്ക് അതിന്റെ പേരില് ജാഥ നടത്തിയിട്ട്, അക്രമാസക്തമായി ജാഥ, പോലീസ് തടഞ്ഞു. സ്വാഭാവികമായിട്ട് എന്തിനായിരുന്നു ഇതൊക്കെ? ഈ കള്ളത്തരങ്ങളൊക്കെ അവരെനിക്കെതിരായിട്ട് പറഞ്ഞു പ്രചരിപ്പിച്ചു. ഞാനൊരു 10 പൈസ
അങ്ങനെ ആരുടെയെങ്കിലും മുക്കും എന്ന് അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്കത് പറയാമായിരുന്നു. ഇല്ല എന്ന് അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. ഇങ്ങനെ ഒരാക്ഷേപം ആരെങ്കിലും എന്നെ കുറിച്ച് അന്ന് പറഞ്ഞതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പൊതുപ്രവർത്തനം സംശുദ്ധമാകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ ബന്ധുവിനെ, പണിയില്ലാത്ത തൊഴിലില്ലാത്ത ബന്ധുവിനെ തിരികെ കയറ്റി എന്നാണല്ലോ പറയുന്നത്. ഞാൻ തൊഴിലില്ലാത്ത ആരെയും കയറ്റിയില്ല. 1 വർഷത്തെ ഡെപ്യൂട്ടേഷനാണ്. 1 കൊല്ലം ഡെപ്യൂട്ടേഷൻ കൊടുത്തതിനാണ് ഈ വധശിക്ഷ വിധിച്ചത്. അയാളിപ്പോ ആ യോഗ്യത ഇല്ല എന്ന് പറഞ്ഞ ആളിപ്പോ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ ചീഫ് മാനേജറാണ്. മോശക്കാരനാണെന്ന് പറഞ്ഞ ആള് അന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലായിരുന്നു. ഇപ്പൊ അദ്ദേഹം ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ ചീഫ് മാനേജറാണ്. അവനത് ആവാതിരുന്നത് നന്നായി. 15 ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെച്ച് പോയി. വാങ്ങിയ ശമ്പളം തിരിച്ചു കൊടുത്തു. അങ്ങനെ ചത്ത കുട്ടിയുടെ ജാതകം നോക്കിയിട്ടാണ് സിറിയക് ജോസഫ് എന്നെ കുറ്റക്കാരനായിട്ട് അന്ന് പ്രഖ്യാപിച്ചത്. പണം വാങ്ങിയിട്ട്, പദവികൾ വാങ്ങിയിട്ട്. ഞങ്ങളെപ്പോലെയുള്ള പൈസ ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ പൊതുപ്രവർത്തന രംഗത്ത് എങ്ങനെ നിൽക്കും? ഇവരെ പോലുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് കൂടിയാണ് ചോദിക്കുന്നത്. ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് ഇവർക്ക് പറയാൻ വേണ്ടി സാധിക്കും? ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ചോദിക്കാം. വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവർക്ക് നന്ദി, നമസ്കാരം.